ഹരി ഓം. ഞാൻ ചാന്ദിനി, സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശാന്തി മന്ത്രം കുറച്ച് 3-4 എടുത്തിട്ടുണ്ടായിരുന്നു, ശാന്തി മന്ത്രത്തിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഒരു ശാന്തി മന്ത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ശാന്തി മന്ത്രം അതായത് ആദ്യം തുടങ്ങുമ്പോൾ ഓം എന്നാണ് തുടങ്ങുന്നത് അല്ലേ? എല്ലാത്തിലും അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഓമം തുടങ്ങുമ്പോൾ ഇപ്പോൾ വേദങ്ങൾ വായിക്കാനും അതുപോലെ വായിക്കാൻ തുടങ്ങുകയാണ്, ഒരു വേദം വായിക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അവസാനിക്കുമ്പോൾ പിന്നെ പ്രാർത്ഥനയോ അതുപോലെ പുണ്യ കർമ്മങ്ങളോ എന്തെങ്കിലും നടത്തുമ്പോൾ അതിനെയൊക്കെ തുടക്കം എന്തു ചെയ്യും? ഒരു ഓമിൻ്റെ അവസാനം ഓമിലാണ് തുടങ്ങുന്നത്. ഓം എന്ന് ഓംകാരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണവ മന്ത്രം എന്നാണ്. പ്രണവ മന്ത്രം വേദങ്ങളിൽ ഉച്ചരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമുക്കറിയാം 4 വേദങ്ങളുണ്ടെന്നല്ലേ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ സാമവേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ശാന്തി മന്ത്രമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണചക്ഷുശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത് അനിരാകരണമസ്തു അനിരാകരണമേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഇതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇതെന്ന് അത് എന്തിനാണ് ഇത് പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഇതിനകത്ത് ഭഗവാനോട് പറയണം, ആപ്യായന്തു മമ അങ്കാനി. മമ പ്ലസ് അങ്കാനിയാണ് മമാങ്കാനി. മമ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഷഷ്ടി ആണല്ലേ? പഠിച്ചവർക്കറിയാം, ഷഷ്ടി ഏകവചനം എൻ്റെ. മമ അങ്കാനി. അങ്കാനി എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഓരോ അവയവവും. അംഗം അങ്കേ അങ്കാനി. അങ്കാനി ബഹുവചനമല്ലേ? അംഗം അങ്കേ അങ്കാനി. ആരുടെ? മമ അങ്കാനി. എൻ്റെ എൻ്റെ അവയവങ്ങൾ എന്ത് ചെയ്യുക? മമ അങ്കാനി ആപ്യായന്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം, സാധാരണ ക്രിയകൾക്കെല്ലാം ലകാരമുണ്ട്. അതിൽ ഏത് ലകാരമാണിത്? ലോട്ടാണ്. ലോട്ട് എന്തിനെ കാണിക്കുന്നു? ആശീർവദിക്കുക, അനുഗ്രഹിക്കുക, ഉപദേശിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോട്ടിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആപ്യായന്തു. അത് ബഹുവചനമാണ്. എന്തുകൊണ്ട് ബഹുവചനം വന്നു? മമ അങ്കാനി. അങ്കാനി എന്നുള്ള ബഹുവചനമല്ലേ? അതുകൊണ്ട് ആപ്യായന്തു. ആപ്യായന്തു എന്ന് പറയുമ്പോൾ സമ്പുഷ്ടങ്ങളായി തീരട്ടെ, അല്ലെങ്കിൽ പുഷ്ടിയുള്ളതായി തീരട്ടെ എൻ്റെ അംഗങ്ങൾ. ഇനി അതുമാത്രമല്ല, അംഗം മാത്രമല്ല, വാക്പ്രാണ ചക്ഷുശ്രോത്രമഥോ ബലം ഇന്ദ്രിയാണിച്ച. ഇന്ദ്രിയാണിച്ച ഒരു ചാ വന്നിട്ടുണ്ട്, ചാങ് ആൻഡാണ്. ഇവിടെ അംഗമുനി മാത്രമല്ല, ഇന്ദ്രിയാണി. ഇന്ദ്രിയങ്ങളും എന്താണ് ഈ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ? പഞ്ചേന്ദ്രിയങ്ങളാണ് സാധാരണ ഉള്ളതല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ? പഞ്ചേന്ദ്രിയങ്ങൾ ചക്ഷു, ശ്രോത്രം, ഘ്രാണം, ജിഹ്വ, ത്വക്ക്. ചക്ഷുസ് കണ്ണ്, ചക്ഷുസ് ശ്രോത്രം ചെവി, ഘ്രാണം മൂക്ക്, ജിഹ്വ നാവ്, പിന്നെ ത്വക്ക് സ്കിൻ. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഒരു പഞ്ചേന്ദ്രിയ അർത്ഥങ്ങളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഞ്ചേന്ദ്രിയങ്ങൾ? ഒന്നാമത്തത് ചക്ഷുസ്. എന്താണ് ചക്ഷുസ്? അതായത് പഞ്ചേന്ദ്രിയ അർത്ഥങ്ങൾ എന്ന് പറയുന്നത് രൂപരസഗന്ധ സ്പർശ ശബ്ദ. രൂപരസഗന്ധ സ്പർശ ശബ്ദ. അതിൽ രൂപം എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നത്? രൂപം എന്താണ്? രൂപം അതായത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതാണല്ലേ രൂപം, ഒരു രൂപം. അപ്പം ചക്ഷുസിൻ്റെ ഇന്ദ്രിയ അർത്ഥമാണ് രൂപം. അത് കഴിഞ്ഞിട്ട് രൂപരസം. രസം വരുമ്പോൾ എന്താണ്? അതിൻ്റെ നമ്മൾ രുചി അറിയുന്നത് എങ്ങനെയാണ്? ജിഹ്വ, നാവ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗന്ധം അറിയുന്നത് എങ്ങനെയാണ്? നാവ്, ഘ്രാണമാണ്. പിന്നെ ത്വക്ക് എന്തോന്നാണ്? സ്പർശം, തൊട്ടറിയുന്നു അല്ലേ? പിന്നെ ഒന്നും കൂടെ ഉണ്ടല്ലോ, ശബ്ദം എന്തിനാണ്? ശ്രോത്രം, ചെവി. ഇതെല്ലാമാണ്. അപ്പോൾ ഇന്ദ്രിയ അർത്ഥങ്ങളുമായി. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു ആദ്യം എന്ത് പറഞ്ഞു?
അംഗാനി ആപ്യായന്തു, അംഗങ്ങളെല്ലാം ബലമുള്ളതായി തീരട്ടെ. പിന്നെ പറഞ്ഞു എന്ത്? ഇന്ദ്രിയാണി സർവാണി ഇന്ദ്രിയാണി, എല്ലാ ഇന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ബലമുള്ളതാകട്ടെ എന്ന് പറഞ്ഞു. അപ്പം രണ്ടിടത്തും ക്രിയ ഒന്നാണ്, ആപ്യായന്തു ബലമുള്ളതാകട്ടെ. അപ്പോൾ എന്നിട്ട് പറഞ്ഞു സർവാണി സർവം ബ്രഹ്മ ഉപനിഷദം, സർവം ഇതെല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളും ഇതും എല്ലാം എന്താണ്? ഔപനിഷദം. ഔപനിഷദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് സംബന്ധിയായത്. എന്താണ് ഈ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥമൊക്കെ ഞാൻ മറ്റത് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുവാ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ? സാധാരണ പിന്നെ ഉപനിഷത്ത് ഇപ്പോൾ ഈ മഹർഷിമാർ വേദങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന തത്വങ്ങളെല്ലാം എന്ത് ചെയ്തു? ബ്രഹ്മവിദ്യയുണ്ട്. ആ വിദ്യ എന്ത് ചെയ്യും? നമ്മുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? ഉപനിഷത്ത്. ഉപ എന്ന് പറഞ്ഞാൽ സമീപം, നിഷത്ത് ഇരുന്നു കൊണ്ട് ശിഷ്യരെ അടുത്തിരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? അവരെ അടുത്തിരുത്തി ഉപദേശിച്ച ജ്ഞാനം എന്ന അർത്ഥത്തിലാണ് എന്ത്? ഉപനിഷത്ത് എന്ന വാക്കുണ്ടായത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് സർവം ബ്രഹ്മ ഉപനിഷദം, എല്ലാം ഈ പറയുന്ന എല്ലാം ബ്രഹ്മമാണ്. എന്താണ് അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ? ഉപനിഷത്തിലെ ബ്രഹ്മമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാം ഈ ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. പ്രപഞ്ചത്തിലെ സകലതും പരമമായ സത്യമാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അതുപോലെ അത് സർവവ്യാപിയാണ്. ആ വേദത്തിൻ്റെ ജ്ഞാനകാന്ഡം വരുന്നത് അങ്ങനെ ആ വേദത്തിൻ്റെ ജ്ഞാനകാന്ഡമായ ഈ പിന്നെ അതായത് ഉപനിഷത്ത് അറിയപ്പെടുന്ന അതാണ്. അത് കാര്യം പറഞ്ഞു. അപ്പം ഇത് എല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞു. ഈ മമ അംഗാനി, അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ, സർവാണി, ഇതെല്ലാം സർവം ബ്രഹ്മമാണ്. സർവം ബ്രഹ്മം ഔപനിഷദം. ബ്രഹ്മം പ്ലസ് ഔപനിഷദം, ഉപനിഷത്ത് സംബന്ധിയാണ് ഔപനിഷദം. ഉപനിഷത്തിൽ പ്രതിപാദിക്കുന്നു അത്. അതുപോലെ അടുത്ത് പറഞ്ഞു മാഹം ബ്രഹ്മ നിരാകുര്യാം. മാഹം നെഗറ്റീവ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ. അഹം ബ്രഹ്മ നിരാകുര്യാം, ഞാൻ ബ്രഹ്മത്തെ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദ്വിതീയ ഏകവചനമാണ്, ബ്രഹ്മത്തെ നിരാകുര്യാത് കൈവിടാതിരിക്കട്ടെ, ഞാൻ ബ്രഹ്മത്തെ കൈവിടാതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? മാ ബ്രഹ്മ നിരാകരോത്, എന്നെ ബ്രഹ്മം എന്ത് ചെയ്യുന്നു? കൈവിടാതിരിക്കട്ടെ. അപ്പം ഞാൻ ബ്രഹ്മത്തെ കൈവിടാതിരിക്കട്ടെ, പിന്നെ ബ്രഹ്മം എന്നെയും കൈവിടാതിരിക്കട്ടെ. നിരാകരോത്ത്, ഇവിടെ നിരാകരോത്ത്. നിരാകുര്യാം ഏതാണ്? കുര്യാം ഇത് പിന്നെ അഹം വന്നതുകൊണ്ടാണ് കുര്യാം വന്നത്. ഉത്തമ പുരുഷനാണ് നിരാകുര്യാം. ഇവിടെ നിരാകരോത്ത്, എന്നെ കൈവിടാതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് കാര്യവും പറഞ്ഞു. ബ്രഹ്മത്തെ ഞാൻ കൈവിടാതിരിക്കട്ടെ, ബ്രഹ്മം എന്നെയും കൈവിടാതിരിക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിരാകരണം അസ്തു, നിരാകരണമേ അസ്തു. പിരിച്ചു പറയുമ്പോൾ അനിരാകരണം അസ്തു. പിന്നെ നിരാകരണം മേ അസ്തു. മേ എന്ന് വെച്ചാൽ മമ, എൻ്റെ. അപ്പോൾ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, നേരത്തെ പറഞ്ഞു അത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിടാതിരിക്കട്ടെ. അതാണ് അനിരാകരണം അസ്തു, അനിരാകരണം മേ അസ്തു, കൈവിടാതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? അപ്പം നിരാകരണമേ അസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു. അപ്പം പരസ്പരം ഉപനിഷത്തിൽ പറയുന്നുണ്ട് എന്താ? പരസ്പരം സഹായം ചെയ്ത് ജീവിക്കുക എന്നാണ്. പരസ്പരം സഹായം ചെയ്ത് ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഉപനിഷത്തിൽ ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏത് ജീവിയായാലും പരസ്പരം സഹായം ചെയ്ത് ജീവിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ധർമ്മങ്ങളും അല്ലെങ്കിൽ എല്ലാ യോഗ്യതകളും എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്ത് എന്നിലുണ്ടാകട്ടെ, അങ്ങനെ ചെയ്ത് എന്നിലുണ്ടാകട്ടെ എന്നാണ്. അപ്പോൾ എപ്പോഴും പറയും, ഈ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ധർമ്മം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ബ്രഹ്മമാണ്. ഈ ബ്രഹ്മത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, തിരിച്ച് ബ്രഹ്മത്തിൽ തന്നെ എല്ലാം പോകുന്നത്. സർവവ്യാപിയാണ് ബ്രഹ്മം. നേരത്തെ പറഞ്ഞല്ലോ പരബ്രഹ്മം. ആ പരബ്രഹ്മം സർവവ്യാപിയാണ്. പണ്ട് പറയുമ്പോൾ തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ, മനസ്സിലായോ?
അപ്പോൾ അങ്ങനെ പിന്നെ എല്ലാ ധർമ്മങ്ങളും, അതായത് എല്ലാ യോഗ്യതകളും എന്നിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് അവസാനം ധർമാസ്തേ മയി സന്തു എന്നിൽ സന്തു ഉണ്ടാകട്ടെ, ധർമാഹ തേ ധർമാഹ മയി സന്തു, എല്ലാ ധർമ്മങ്ങളും എന്നിൽ, മയി എന്ന് പറഞ്ഞാൽ എന്നിൽ, സപ്തമി ഏകവചനം, സന്തു ഉണ്ടാകട്ടെ. സന്തു എന്നുള്ളതും ലോട്ടാണ്. തേ മയി സന്തു വീണ്ടും പറയുകയാണ്, എന്നിൽ അതെല്ലാം ഉണ്ടാകട്ടെ. ഏത്? എല്ലാ ധർമ്മങ്ങളും ഉണ്ടാകട്ടെ. ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടാകേണ്ട എല്ലാ യോഗ്യതകളും എന്നിൽ ഉണ്ടാകട്ടെ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 3 പ്രാവശ്യം എന്ത് പറഞ്ഞിരിക്കുന്നു? ശാന്തി ഓം ശാന്തി ശാന്തി ശാന്തി. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നു? ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞു. 3 രീതിയിലാണ് നമ്മൾ പിന്നെ ഉണ്ടാകുന്നത്. ശാന്തി ഉണ്ടാകേണ്ട 3 രീതി. ഒന്ന് ആദി ദൈവികം. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ വിധിയിൽ പറയും ചിലർക്ക്, വിധി അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റുന്നത്, ദൈവഹിതം അല്ലേ? അപ്പോൾ അതാണ് ആദി ദൈവികം. രണ്ടാമത്തെ ശാന്തി വന്ന ആദി ഭൗതികം. നമുക്ക് ചുറ്റുപാട് നിന്നും പല പിന്നെ പ്രശ്നങ്ങളും ഉണ്ടാകും, നമുക്ക് ചുറ്റും ഉണ്ടാകും. അതുപോലെ ചിലപ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും, സാമ്പത്തികമായിട്ടായിരിക്കും. അപ്പം ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും കാരണം ഉണ്ടാകുന്നതാണ് എന്ത്? ആദിഭൗതികം. അത് രണ്ടാമത്തത്. മൂന്നാമത്തത് ആധ്യാത്മികമാണ്, അതായത് പരമാത്മാവിനെ സംബന്ധിച്ചതാണ്. അപ്പം ഞാൻ പറയും ജീവാത്മാവും പരമാത്മാവും. ജീവനാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതാണ് ജീവാത്മാവ്. പരമാത്മാവാണ് ഏറ്റവും സുപ്രീമായിട്ടുള്ളത്. അപ്പം ജീവാത്മാവും പരമാത്മാവും പറയില്ലേ, 2 ഒന്നാണ് എന്നാണ്. അതായത് ഭഗവാൻ നമ്മളും എല്ലാം ഒന്ന് തന്നെയാണ്, നമ്മളിലുണ്ട് ഭഗവാൻ എന്നുള്ളത്. അപ്പോൾ അവനവനിൽ നിന്ന് വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ്. അപ്പം ആധ്യാത്മികം വരുമ്പം പരമാത്മാവിനെ സംബന്ധിച്ചതാണ്. അത് അവനവനിൽ നിന്ന് തന്നെ വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭഗവാന്റെ കൃപ വേണം. ആദ്യം പറഞ്ഞു ആദിദൈവികമായിട്ടുള്ള പിന്നെ എല്ലാ ദോഷങ്ങളും മാറ്റിത്തരണം. അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞു പിന്നെ ആദിഭൗതികം, ചുറ്റുപാടിൽ നിന്നുള്ള എന്തെങ്കിലും സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിത്തരണം. മൂന്നാമത്തതാണ് ആധ്യാത്മികം, പരമാത്മാവിനെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അവനവനിൽ നിന്ന് തന്നെ പല വിഘ്നങ്ങളും ഉണ്ടാകാം, അതെല്ലാം ഒന്ന് മാറ്റിത്തരണേ, അങ്ങനെ മാറ്റിത്തരാനുള്ള കൃപയുണ്ടാകണേ. അപ്പോൾ ഇങ്ങനെ 3 വിധത്തിലുള്ള ഉപദ്രവങ്ങളും നമ്മെ ബാധിക്കാതിരിക്കാനാണ് ഈ 3 പ്രാവശ്യം ശാന്തി പറഞ്ഞിരിക്കുന്നത്. 3 രീതിയിലുള്ള വിഘ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ. അപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് ഇതിൻ്റെ ശാന്തി മന്ത്രത്തിൻ്റെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.